ഹേ ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മുടെ ഗീവ് അവേ ഡേ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിലാണ് കേട്ടോ നിങ്ങൾ ഗീവ് അവേക്ക് വേണ്ടി പങ്കെടുക്കേണ്ടത്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗീവ് അവേക്ക് നമ്മൾ മോയ്സ്ചറൈസർ ആണ് തരുന്നതെന്ന്. അപ്പൊ ഈ ഒരു ഗീവ് അവേയിൽ നിങ്ങൾ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്ന് പറയാം. സിമ്പിൾ ആയിട്ടുള്ള 3 സ്റ്റെപ്പ് മാത്രമാണ് നിങ്ങൾ ഈ ഒരു ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും നമ്മുടെ ഈ ഒരു ഗീവ് അവേ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ പങ്കെടുക്കേണ്ടതെന്നുള്ളത് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. യൂട്യൂബ് ചാനലിന്റെ ബയോയില് നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ യൂട്യൂബിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഗീവ് അവേക്ക് പങ്കെടുക്കേണ്ടതെന്ന് വെച്ചാല് നമ്മുടെ ഗ്ലാംസിയ ബൈ ചിന്നൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യുക. ഈ 3 സ്റ്റെപ്പാണ് നിങ്ങൾ ഗീവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ഈ ഒരു ഗീവ് അവേയിൽ 4 വിന്നേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിൽ 2 വിന്നേഴ്സിനെ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും 2 വിന്നേഴ്സിനെ നമ്മൾ യൂട്യൂബ് ചാനലിൽ നിന്നുമാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. ഏതിലാണ് കിട്ടുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ ഒരു ഗീവ് അവേയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും. അതായത് 1 വീക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ഗീവ് അവേയില് പങ്കെടുക്കാനുള്ള ടൈം ഉള്ളത്. അപ്പൊ ഇന്ന് സൺഡേ അല്ലേ, അപ്പൊ നെക്സ്റ്റ് സൺഡേ നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും കേട്ടോ. കമന്റ് പിക്കർ യൂസ് ചെയ്തിട്ടായിരിക്കും വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. വിന്നറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വിന്നർ ആയിട്ടുള്ള ആള് നമ്മുടെ 3 ഗീവ് അവേ റൂൾസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും അയാളെ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാൻസ് മിസ്സാവും കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ചാൻസ് മിസ്സാവും. അടുത്ത ആളിലേക്ക് ആ ചാൻസ് പോവും. അപ്പൊ ഗീവ് അവേയിൽ പങ്കെടുക്കുന്ന എല്ലാവരും മസ്റ്റ് ആയിട്ടും ഈ 3 സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ എല്ലാവരും ഗീവ് അവേയിൽ പങ്കെടുക്കുക. അപ്പൊ ഓക്കെ, ബൈ.